ഇടിപെട്ട് മഴയാണ്. നനഞ്ഞ് ഒലിച്ച് നമ്മൾ ഒരുപാട് നേരത്തെ ആയിപ്പോയി ഇന്ന് വന്നത്. ആരും എത്തിയിട്ടില്ല, സൂര്യൻ പോലും വന്നിട്ടില്ല. സൈറ്റ് നല്ല ശാന്തമായിട്ട് കിടക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ സൈറ്റിലെത്തിയിട്ടുണ്ട്. കുറേ നേരത്തെ ആയിപ്പോയി ഇന്ന് നമ്മൾ വന്നത്. അപ്പോൾ ഇന്നലെ ഈ ഒരു ഏരിയ ഒക്കെ നമ്മൾ രാത്രി അടിച്ച് ലെവലാക്കിയാണ്, റോൾ ചെയ്തതാണ്. അഥവാ മഴ പെയ്താൽ, മഴക്കാറ് നല്ലുണ്ട്, മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം കുളമായി പോകും. ഇതിപ്പോൾ റോളർ അടിച്ചുകൊണ്ട് മഴ പെയ്താലും പ്രശ്നമില്ല, വെള്ളം ഭൂമീൻ്റെ താഴോട്ട് ഇറങ്ങില്ല. അപ്പോൾ നമ്മളെ റോളർ ഇതാ ഇവിടെ കിടപ്പുണ്ട്. കംപ്ലീറ്റ് ഏരിയയിൽ ബെൽറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇന്നലെ ഞായറാഴ്ചയാണ്, നമ്മൾ പോയത് 9 മണിക്കാണ്. അത് മണ്ണൊക്കെ ലെവലാക്കി റെഡിയാക്കി വരുമ്പോഴേക്ക് ഏകദേശം 9 മണിയായി. പക്ഷേ അങ്ങനെ നമ്മളെ പണിക്കാർ പോയില്ല. പണിക്കാർ രാത്രി 12 വരെ പണിയായിരുന്നു. ഈ ബെൽറ്റൊക്കെ കംപ്ലീറ്റ് അവർ അടിച്ചതിന് ശേഷമാണ് പോയത്. ഇത്രത്തോളം ബെൽറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇത് മൊത്തം നമ്മൾ മണ്ണിട്ടിട്ട്, നമ്മുടെ മിക്സ് ചെയ്ത മണ്ണിട്ട് റെഡിയാക്കി വരണം. പെട്ടെന്ന് തന്നെ ഈ ആറേവാളിനെ നമുക്ക് പൊക്കിക്കൊണ്ട് വരണം. ഏകദേശം ഇത് ഇത്രത്തോളം പൊങ്ങിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഗൈസ് കണ്ടോ, മൊത്തം മഴ ഇങ്ങനെ പൊടിഞ്ഞ് വരികയാണ്. ചെറിയ രീതിയിൽ ഇങ്ങനെ പൊടിഞ്ഞ് വരുന്നുണ്ട്. നല്ല രീതിയിൽ വലിയ രീതിയിൽ പെയ്താലാണ് നമുക്ക് പണി കിട്ടുക. അപ്പോൾ ഇതാ നമ്മുടെ റോളർ പരമാവധി സ്ഥലത്തൊക്കെ റോളർ അടിച്ച് ഫിനിഷാക്കി ഇടുന്നുണ്ട്. കാരണം മഴ പെയ്താൽ ഈ മണ്ണൊക്കെ ഇല്ലെങ്കിൽ കോരി എടുക്കേണ്ടി വരും. അപ്പോൾ റോളർ അടിച്ച് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് വെള്ളം ഇറങ്ങില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഏരിയ ആണ് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൊക്കി വരേണ്ടത്. എന്നാലേ നമ്മുടെ പരിപാടിയൊക്കെ നടക്കുള്ളൂ. അതിൻ്റെ പണിയാണ്. ഇന്നലെ സൺഡേ ആയിട്ട് പോലും നൈറ്റ് 12 മണി വരെയൊക്കെ പണിയെടുത്തിട്ടാണ് ഇത് ഇത്രത്തോളം ആക്കിയെടുത്തത്. നമ്മുടെ ഗ്രേഡർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തൽക്കാലത്തേക്ക് റോളർ അടിച്ചിട്ടാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ കുളമായി പോകേണ്ട കണ്ടിട്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള മഴയൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ഗ്രേഡർ വെച്ചിട്ട് ഒന്നുകൂടി ലെവലാക്കിയതിന് ശേഷം നാളെ റോളർ അടിച്ച് സെറ്റാക്കേണ്ട പരിപാടിയാണ്. നമ്മുടെ ഗ്രേഡർ പണി തുടങ്ങി കേട്ടോ. മഴ നമുക്കൊരു വില്ലനാവോ എന്നറിയില്ല. അപ്പോൾ ഇതാ നല്ല ചെത്തി അങ്ങ് പോവാണ് ബ്ലേഡ് കൊണ്ട്. ഫ്രിക്ഷൻ സ്ലൈവിൻ്റെ ഡ്രാഫ്റ്റിൻ്റെ കോൺക്രീറ്റിലും കഴിഞ്ഞിട്ടുണ്ട് കുറച്ചായിട്ട്. അപ്പോൾ നമ്മുടെ ബയ്യ ചെയ്ത് ഇവിടുന്ന് പല പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ പല എടുത്തിട്ട് മൊത്തം അവിടെ കമ്പി കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ അടിച്ചിട്ട് അവിടെയും കോൺക്രീറ്റ് ചെയ്യണം. ഗൈസ്, രാവിലെ തന്നെ നല്ല മഴക്കാറുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ബോക്കറ്റിൻ്റെ എൻജിൻ ഓയിൽ കുറവാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഓയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതെടുത്തിട്ടൊന്ന് ടോപ്പപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ എൻജിൻ ഫെയിലാവും. പഴയ വണ്ടി ആയതുകൊണ്ട് ഈ എൻജിൻ ഓയിലൊക്കെ ചെറുതായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് എൻജിൻ ഓയിലൊന്ന് ടോപ്പപ്പ് ചെയ്യാം. ഇവിടെയൊക്കെ GSB അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി ലെവലാക്കണം. ഇന്നലെ ഒരു ലെയർ അടിച്ചു, അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി തട്ടിയതാണ് ബാക്കിയെല്ലാം. നല്ല മഴക്കാറുണ്ട് കേട്ടോ. മൊത്തം ആകാശം മേഘാവൃത്തമായിട്ടുണ്ട്. നമ്മുടെ എൻജിൻ ഓയിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇത് കൊള്ളത്തില്ല. ഇതിൽ ചെറിയ എന്തെല്ലോ കച്ചറൊക്കെ കാണുന്നുണ്ട് വെള്ള കളറിൽ. അപ്പോൾ നമുക്കിത് ഒഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വേറെ ഓയിൽ നമ്മൾ ഓർഡർ ചെയ്ത് ഇനി വരുത്തണം. വലിയ കുഴപ്പമില്ല, ടോപ്പപ്പ് ചെയ്യേണ്ട ഒരു കേസ് മാത്രമേ ഉള്ളൂ. ആറിവാളിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതാ ക്രെയിന് ആറിവാളും തൂക്കി താഴോട്ട് പോകേണ്ട പരിപാടിയാണ്. ഇവിടെയൊക്കെ മൊത്തം നമ്മുടെ ആറിവാളിൻ്റെ പേനൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ നമ്മുടെ ടൈലർ വന്നിട്ട് ഇറക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ താഴെ കൊണ്ടുവന്ന് വെക്കണം. മാക്സിമം സ്പീഡാക്കേണ്ട പരിപാടിയാണ്. മാക്സിമം സ്പീഡാക്കേണ്ട പരിപാടിയല്ല, മാക്സിമം സ്പീഡാക്കി താഴെയൊക്കെ പേനൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രെയിൻ ഇതാ ആറിവാൾ പേനലെടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ.
ഇവിടെ ഇനി കയറ്റ ഇറക്കാണ്, ഇനിയൊരു പോക്കായിരിക്കും. ഇവിടെ ചെറിയൊരു കയറ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ലോഡ് എടുത്ത് പോകുന്ന ക്രെയിനാണ്. വലിയ ലോഡൊന്നും ഉണ്ടാവില്ല ആ ക്രെയിനിന്, 14 ടണ്ണിൻ്റെ ക്രെയിനാണ്, അപ്പോൾ പ്രശ്നമൊന്നുമില്ല. ചെറുതായിട്ട് ഇങ്ങനെ സ്ലിപ്പാന്നൊക്കെ ഉണ്ട് കേട്ടോ ടയർ. പോയി ഇപ്പം എന്തായാലും പാനൽ മാക്സിമം വെച്ച് തീരണം നമുക്ക്, എന്നാലേ നമ്മുടെ പണി നമുക്ക് സ്പീഡാക്കി വരാൻ പറ്റൂ. നമ്മുടെ മണ്ണുമായിട്ടുള്ള വണ്ടി വന്നിട്ടുണ്ട്, മിക്സ് ചെയ്ത മണ്ണായിട്ടുള്ള. ഇനിയിപ്പോൾ ഈ ഏരിയ മൊത്തം കവർ ചെയ്താലേ നമുക്ക് ഈ ഒരു ഏരിയ ബെൽറ്റ് അടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം മണ്ണൊക്കെ തട്ടി തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്തിട്ടില്ല, പെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് മണ്ണ് തട്ടിയിട്ട് ലെവലാക്കി റോളർ അടിച്ചതിന് ശേഷം നമ്മൾ അടുത്ത മണ്ണ് നട്ടുള്ളൂ. താഴേക്ക് പണി തുടങ്ങി കേട്ടോ. നമ്മുടെ ലോറി വന്നതാ മണ്ണ് തട്ടിയിട്ടുണ്ട്, ഇനി ഇത് ലെവൽ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി അതാണ്. നമ്മളിത് ഇത്രത്തോളം ലെവലാക്കിയിട്ടുണ്ട്, ഇനിയിപ്പം മണ്ണ് വരണം. അപ്പോൾ നമ്മുടെ ക്രെയിൻ ഇതിവിടെ 6 വാൾ പാനൽ ഇങ്ങനെ വെച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ ഏതാണ്ട് ഒരു ലെയർ 6 വാൾ മൊത്തം ചുറ്റും കംപ്ലീറ്റ് ആക്കും. അപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള കാറ്റൊക്കെ വീശുന്നുണ്ട് കേട്ടോ, പക്ഷെ മഴക്കാറ് പോയിട്ടില്ല. മഴക്കാറ് ഉണ്ട്, പക്ഷേ മഴ ഒന്നുമില്ല, നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ 6 വാൾ ഇതാ ഇവിടെ ക്രെയിൻ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ടീ ബ്രേക്കാണ് കേട്ടോ. അപ്പോൾ പണിക്കാരൊക്കെ ചായ കുടിക്കാൻ പോയി. അപ്പോൾ നമ്മുടെ സൈറ്റിൻ്റെ അവസ്ഥയാണിത്. മൊത്തം ഇവിടെയൊക്കെ 6 വാളിപ്പോൾ പാനൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ക്രെയിൻ ഇതാ ഒരു 6 വാൾ പാനൽ ഇതാ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെ അവിടെ ആയിട്ട് വെക്കണം. ഇന്ന് കുറേ ഏരിയയിൽ വെക്കണം കേട്ടോ. മൊത്തത്തിൽ ആ സൈഡൊക്കെ നമ്മളിപ്പോൾ ലെവൽ ചെയ്ത് വരികയാണ്. ആ സൈഡൊക്കെ ഇപ്പോൾ വെക്കണം. ഗൈസ് നമ്മൾ ഇത്രത്തോളം ലെവലാക്കി കേട്ടോ. അപ്പോൾ നമ്മുടെ ജസ്റ്റിന് ഇതാ റോളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റോഷിക്ക് പകരം വന്നതാണ് ജസ്റ്റിൻ. ആള് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റിന് ഇതാ അടിച്ച് നല്ല പടപടാന്ന് പറഞ്ഞ ഫോർമേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്രെയിന് ദൂരെയായിട്ട് ഇതാ 6 വാളിൻ്റെ പാനലും തൂക്കി വരുന്നുണ്ട്. നേരത്തെ തൂക്കി വെച്ച പാനലൊക്കെ വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതാ ഇതുവരെ വെച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വെക്കാനുണ്ട്. നമ്മുടെ റോളർ ഇതാ അടിച്ച് തൂഫാനായിക്കൊണ്ടിരിക്കുകയാണ്, പടപടാന്ന്. ഇങ്ങനെ റോളർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്താലും വലിയ കുഴപ്പമില്ല, കാരണം ചളിയായി പോവില്ല. അപ്പോൾ ഇത്രത്തോളം നമ്മൾ ലെവൽ ചെയ്ത ചെറിയ ഭാഗങ്ങളൊക്കെ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ റോളർ അടിച്ച് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി മഴ പെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ അധികം ദൂരം വെക്കുന്നില്ല. കുറച്ച് ലെവലാക്കുക, അതിൻ്റെ റോളർ അടിച്ച് റെഡിയാക്കുക, അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൂപ്പർവൈസർ അശ്വന്ത് ഇവിടെ കാര്യങ്ങളെല്ലാം നോക്കി നടക്കുന്നുണ്ട്. സൂപ്പറാണ് ഇവിടുത്തെ കൺട്രോളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ JCB ഇതിവിടെ ഫിൽറ്റർ വേണ്ടി തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജസ്റ്റ് ഇവിടുന്ന് റോളർ അടിച്ച് വരുന്നുണ്ട്. സൈഡിലായിട്ട് നമ്മുടെ 6 പാനലും കൊണ്ട് 6 വാളിൻ്റെ പാനലും കൊണ്ട് ക്രെയിനും വന്ന് കിടക്കുന്നുണ്ട്. പിന്നെ റോളർ അടിച്ചതിന് ശേഷം നമ്മുടെ ഈ സൈഡിലായിട്ട് 6 വാൾ പാനൽ വെക്കണം. അപ്പോൾ ഫിൽറ്റർ വേണ്ടി ഇട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ JCB അടുത്ത ഫിൽറ്റർ വേണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ സൂപ്പർവൈസർ അശ്വന്ത്. ഇവന് നമ്മളിങ്ങനെ ഫോണെടുത്ത് നിന്ന് കണ്ടാൽ അന്നേരം കുറവാണ്, അതുകൊണ്ട് മാസ്ക് ഒക്കെ ഇട്ട് വന്നതാണ് കേട്ടോ. ഇവന് വീഡിയോയുടെ മുന്നിലേക്ക് ഭയങ്കര കുറവാണ്. ഇതേ പോയി 6 വാള് ക്രെയിൻ ഇങ്ങനെയാണ് കേട്ടോ തൂക്കി മെല്ലെ വെക്കുന്നത്.
ഇങ്ങനെ സാവധാനത്തിൽ കറക്റ്റ് സീറ്റിംഗ് ആക്കി വെക്കും. എന്നിട്ട് അലൈൻമെന്റ് ചെയ്ത് റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ച് ഇങ്ങനെ സമയമെടുക്കും ഓരോ അറിവാളും ഇങ്ങനെ റെഡിയാക്കി വരാൻ. കാരണം നല്ല വെയിറ്റ് ഉള്ള സാധനമാണ്. അലൈൻമെന്റ് ഒപ്പിക്കണം, കറക്റ്റ് ലെവല് സെറ്റാക്കണം, എന്നിട്ട് അതിന് മണ്ണിട്ട് ബെൽറ്റ് അടിക്കണം. കുറേ പണിയുണ്ട്. കാണാനിത് ചെറിയ രീതി മാത്രമേ ഉള്ളൂ, പക്ഷെ അതിൽ ഒരുപാട് പണി വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ കമ്പിപ്പാലയിലിട്ട് ഇങ്ങനെ അപ്പുറം ഒന്ന് ചരിച്ച് ഇപ്പുറം ഒന്ന് ചരിച്ച് സൈഡൊന്ന് ഉയർത്ത് അങ്ങനെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരണം. ഗായ്സ്, മഴ പെയ്തു കേട്ടോ. മൊത്തം സ്റ്റോപ്പായി. മഴയത്തൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ നമ്മുടെ വണ്ടി കംപ്ലീറ്റ് നമ്മുടെ സൈഡിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ വണ്ടിയൊന്നും കാറ്റിക്കൂടാ. നമ്മുടെ JCB-യും റോളറും ഒക്കെ നമ്മുടെ ആറിവണ്ടി സൈഡിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇനി വണ്ടി കയറ്റി കഴിഞ്ഞാൽ മൊത്തം ചളിയാവും. ഗൈസ്, മഴ പെയ്തു കേട്ടോ. നമ്മള് JCB-യിലാണുള്ളത്. മൊത്തം പ്രശ്നമായി എന്നല്ല, മഴ പെയ്ത് കൊളായി. ഇനിയിപ്പോ നമുക്ക് പണിയൊന്നും നടക്കൂല. ഇത് കണ്ടോ, ഫുള്ള് മഴ പെയ്ത് അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ മൊത്തം ഇങ്ങ് പോന്നു. ഇനിയിപ്പോ അങ്ങോട്ടേക്ക് ഒരു വണ്ടി പോലും ഇറക്കാനോ കയറ്റാനോ ഒന്നും പറ്റില്ല. ഇനിയിപ്പോ ഈ മഴ നിക്കണം. മഴ നിന്നിട്ട് വെയിലറച്ചാൽ മാത്രമേ നമ്മളെ ഇനി പണി നടക്കുള്ളൂ. നല്ല അടാറ് മഴയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇതാ അവസ്ഥ. എല്ലാവരും വണ്ടിയും കാര്യങ്ങളെല്ലാം സൈഡാക്കി നമ്മളിതാ JCB-യിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഇനിയിപ്പോ റൂം പോകേണ്ടി വരും. നമ്മുടെ വർക്കേഴ്സൊക്കെ അതാ നമ്മുടെ DG-യും കാര്യങ്ങളൊക്കെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. ക്രെയിൻ അതാ നിൽക്കുന്നുണ്ട്. എല്ലാവരും റെയിൻകോട്ടൊക്കെ അണിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പണിയിലാണ്. പണിയിലെല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. ഗായ്സ്, ഇത്ര നേരം നല്ല തീവ്രമായ വെയിലുള്ള സ്ഥലമായിരുന്നു. തീവ്രമായ വെയിലില്ല, എന്തായാലും നല്ല വരണ്ടുണങ്ങി മൊത്തം പൊടിവാറിയ ഏരിയ ആയിരുന്നു. ഇപ്പം നോക്കിയ അവസ്ഥ, നല്ല ഇടിവെട്ട് മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാം അവസ്ഥ ഇതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് 2 ദിവസത്തേക്ക് പണിയൊന്നും നോക്കണ്ട. ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല. മൊത്തം ഇരുട് പിടിച്ചു. സമയം 2 മണിയായിട്ടുണ്ട് ഇപ്പം കറക്റ്റ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ നമ്മുടെ വർക്കേഴ്സ് അവിടെ വെള്ളം കയറുന്നിടയ്ക്കുള്ള നമ്മുടെ സാധനങ്ങൾ, മെഷീനറീസും നമ്മുടെ ഈ വൈബ്രേറ്ററൊക്കെ സൈഡിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ക്രെയിന് കണ്ട ഊരി പോവാണ് കേട്ടോ. മൊത്തം ഊരി പോവാണ്. ഡ്രിഫ്റ്റായി കളിക്കുകയാണ് നമ്മുടെ ക്രെയിന് കേട്ടോ. മഴ പെയ്ത് നമ്മൾ വണ്ടി ഇറക്കിയാൽ ഇതാ അവസ്ഥ. മൊത്തം ട്രാക്കാവും. മൊത്തം ഇരുടാണ് കേട്ടോ. അതാ ക്രെയിനതാ ഊരി ഇങ്ങനെ പോവാണ്. ഇനി ഒരൊറ്റ വണ്ടി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റൂല. എല്ലാം ബ്ലോക്കാണ്. ഇനി വെയിലറച്ച് ഈ ചളി മാറുന്നവരെ നമുക്ക് വണ്ടി ഒന്നും ഉള്ളിൽ കയറ്റാൻ പറ്റില്ല. നല്ല ഇടിയും മഴയാണ്. നമ്മുടെ പണിക്കാരൊക്കെ ഇതാ സാധനങ്ങളൊക്കെ എടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഫുഡും കഴിച്ച് നേരെ റൂമിലേക്കായിരിക്കും. വേറെ ഓപ്ഷനൊന്നും ഇല്ല. അപ്പൊ നമ്മൾ അവിടെ നിന്ന് മാറ്റി കേട്ടോ. നമ്മളിതാ കയ്യിലോട്ട് പോവാണ്. നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. മഴ നിൽക്കുന്നില്ല. മൊത്തം വെള്ളം കയറി കേട്ടോ. ഫുള്ളായിട്ട് വെള്ളമാണ്. നമ്മൾ നേരത്തെ GSP ഇട്ട സൈഡിലൊക്കെ വെള്ളമായി. GSP ഇട്ടത് കൊണ്ട് വലിയ പ്രശ്നമില്ല. അവിടെ ഇനി ചളിയൊന്നും ആവൂല. അപ്പൊ നമ്മുടെ സൈറ്റിന്റെ അവസ്ഥ കണ്ടോ, ഒരു പ്രളയം വന്ന പോലെ ആയില്ലേ ഗൈസ്. മൊത്തം പണിയായി. ഇടിവെട്ട് മഴയാണ്. നമ്മുടെ റോളർ എങ്ങനെയല്ലോ കഷ്ടപ്പെട്ട് ഓടിച്ച് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. നല്ല മിന്നലൊക്കെയാണ് കേട്ടോ. മിന്നൽ എന്ന് പറഞ്ഞാല് നല്ല അപാര മിന്നല്. ഗൈസ്, അപ്പോ ഞാനും ഫോണും വണ്ടിയെല്ലാം തെറിച്ചു പോവും. അങ്ങനത്തെ മിന്നലാണ്. മൊത്തം മഴയാട്ടോ. പിടുത്തം വിട്ട മഴ. മൊത്തം മഴ പെയ്ത് കോളായി. ഇതാട്ടോ നമ്മുടെ സൈറ്റിന്റെ അവസ്ഥ. മൊത്തം മഴ പെയ്ത് ചാറി പിടുത്തം വിട്ട മഴയാണ്.
അപ്പൊ അത് നമ്മളും മഴയത്താണുള്ളത്, ഓടി രക്ഷപ്പെടാം. ഗൈസ് ഓടി JCBിനുള്ളിൽ കാര്യമാണ്. ഇതാ കുറെ ടീമുണ്ട്, എല്ലാ ആൾക്കാരുണ്ട് കേട്ടാ. മൊത്തത്തിൽ ടീം ഇതിനകത്തുള്ളത്. വേറെ ഓപ്ഷൻ ഇല്ല, മഴ നിൽക്കുന്നില്ല. 1 മണിക്കൂറായി നമ്മൾ വണ്ടി തന്നെ ഇരിക്കുന്നത്. അപ്പൊ ഇതാ മൊത്തമുള്ള അവസ്ഥ ഉണ്ടോ, ആവിയൊക്കെ പിടിച്ചു മൊത്തത്തില്. പുറത്ത് നല്ല ഇടിയും മഴയാണ്. നമ്മുടെ അണ്ണൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ റോളർ ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ സൂപ്പർവൈസർ ഉറങ്ങ. അപ്പൊ ഇതാ ഇവിടുത്തെ അവസ്ഥ. ഫുഡ് പോലും കഴിക്കാൻ പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അത്രയും നല്ല രീതിയിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. മൊത്തം വെള്ളമായി കേട്ടോ. അതാ നമ്മളെ ഷൂ ഒക്കെ മൊത്തം നനഞ്ഞു. ഷൂ മാത്രല്ല, നമ്മളെ ഫുഡൊക്കെ കണ്ട ഒഴുകി ഒലിക്കുകയാണ്. മൊത്തം നനഞ്ഞു കേട്ടോ. ഈ ഷെഡെല്ലാം ഇപ്പൊ പൊട്ടിപ്പൊളിഞ്ഞു. അത്രയും വലിയ മഴയാണ് കേട്ടോ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുഡൊന്നും കഴിച്ചില്ല. നമ്മളെ ഫുഡൊക്കെ അവിടെ നിന്ന് നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൊത്തം ഇടിയും മഴയൊക്കെയാണ് കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ ഇതാ ഒലിച്ചു വരുന്നതാണ്ടോ. നല്ല മഴ കേട്ടോ, അത് തീവ്രമായ മഴയാണ്. നമ്മുടെ ഫുഡൊക്കെ ഇതാ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ വരെയാ പോവും, അതിന്റെ അപ്പുറം പോവില്ല. നല്ല മിന്നലാണ്. ഇത്രയും വലിയ മഴ ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ. മൊത്തം വെള്ളമായി. വഴിയുടെ കാലൊക്കെ മുങ്ങിയിട്ടുള്ളത്. ഇത് നമ്മുടെ മെയിൻ റോഡാണ് കേട്ടോ. ഇത് നമ്മുടെ JCB അത് അവിടെ എന്തോ ബോർഡൊക്കെ മാറ്റാൻ വേണ്ടി പോയിരിക്കുകയാണ്. നല്ല മിന്നലാണ് കേട്ടോ. ഒന്നും പറയില്ല, ആകെ പ്രശ്നത്തിലാണുള്ളത് എല്ലാവരും. ഷെഡിന് ഞങ്ങൾ എങ്ങനെയല്ലോ നിൽക്കുകയാണ്. കായൊക്കെ ഫുള്ള് വെള്ളമാണ് കേട്ടോ. ഇപ്പൊ നമ്മളിനി റൂം പോകണം, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ആ റൂമിൽ എങ്ങനെയെങ്കിലും എത്തണം. നമ്മുടെ ഫുഡൊക്കെ ഇതാ ഒലിച്ചിവിടെ വന്ന് കിടപ്പുണ്ട്. നല്ല മിന്നലാണ് കേട്ടോ. ഒന്നും പറയാനില്ല, ഒന്നും ചെയ്യാനും പറ്റില്ല. നമ്മുടെ കേരളത്തിൽ ഇപ്പം ഇതാ അവസ്ഥ. നമ്മളെപ്പോലെ ഒരുപാട് പണിക്കാർ അവിടെ ഇവിടെ ഇപ്പം കാര്യം നിൽക്കുന്നുണ്ടാവും. നമ്മളെ ഷെഡെല്ലാം കണ്ടോ, മൊത്തം പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പൊ നമുക്കൊന്ന് പുറത്ത് പോകണം. നമ്മുടെ വണ്ടി ഒന്ന് എടുത്ത് മാറ്റി വെക്കണം. മച്ചാമരതാ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മഴയത്ത് വേറെ ഓപ്ഷൻ ഇല്ല. നമ്മളെ വണ്ടി എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണം. അപ്പൊ ഇതാട്ടോ നമ്മളെ അവസ്ഥ. വണ്ടിയുടെ സീറ്റൊക്കെ ഇതാ മൊത്തം വെള്ളമായി. ഉള്ളു വെള്ളം കേട്ടോ. ഒന്നും പറയില്ല, ഒന്നും പറയില്ല. മൊത്തത്തിൽ വെള്ളമായി. നമുക്കിനി അപ്പൊ ഗൈസ് നനഞ്ഞ് കുളിച്ചു. മഴ ഒന്നും നിൽക്കുന്നില്ല. ഞങ്ങളെല്ലാം അവസ്ഥ ഇത് തന്നെയാണ്. പിന്നെ ഇവിടെ കാര്യം നിൽക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല. ആകെയുള്ള ഒരു ഷെഡായിരുന്നു. ആ ഷെഡ് പൊളിഞ്ഞും പോയി. പിന്നെ നമ്മളെ വണ്ടിയാണെങ്കിൽ ഒന്നും ഉണ്ടാവും. ഒറ്റ വെള്ളം പുറത്തു പോകില്ല, അല്ല ഉള്ളിൽ തന്നെ പോകും. അപ്പൊ അങ്ങനത്തെ വണ്ടിയാണ്. നമ്മള് എങ്ങനെയെങ്കിലും റൂം പോകണം. ഓടി തളർന്നു. നല്ല മിന്നലും കാര്യങ്ങളൊക്കെയാണ്. മഴ എന്ന് പറഞ്ഞാല് ഗൈസ് ഒന്നും പറയാനില്ല. ഇതാ എത്ര നേരാന്നറിയോ, ഇടിയും മഴയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സൈറ്റിന്റെ അവസ്ഥ ഇതാ മൊത്തം ചളിക്കുളമായി. ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല. 2 ദിവസത്തേക്ക് എന്തായാലും ചിന്തിക്കണ്ട. മഴ തുടരുന്നതാണെങ്കിൽ 2 ദിവസം മതിയാവൂല. കാരണം നമ്മളെ മണ്ണിന്റെ പണിയാണ്. ഇനിയിപ്പോ മഴ പോയി സൂര്യൻ വരാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ നമ്മളിതാ ചോർന്നൊലിക്കുന്ന വണ്ടിയിൽ ഇങ്ങനെ മഴ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല ഇടിയും മിന്നലൊക്കെയാണ്. ഇപ്പൊ നമ്മള് റൂമിലേക്ക് പോവാണ്. റൂമിൽ ഇതുപോലെ തന്നെ നനഞ്ഞിട്ട് പോകണം. വേറെ ഓപ്ഷൻ ഒന്നുമില്ല. നമ്മളൊക്കെ ബൈക്കാണുള്ളത്. അപ്പൊ ബൈക്ക് എടുത്ത് പോവാണ്. ഇപ്പൊ ഇവിടെ നിൽക്കുന്നതിനേക്കാളും നല്ലത് റൂമിൽ പോയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാവാ. അറിയുള്ളൂ. ഇടിപെട്ട് മഴയാണ്. മൊത്തം നനഞ്ഞ് ഒലിച്ചിരിക്കുകയാണ്. ഓപ്ഷനില്ല, വേറെ വകുപ്പൊന്നുമില്ല. നമ്മൾ ഇരിക്കുന്ന സ്ഥലം മൊത്തത്തിൽ വെള്ളമായി. നമ്മളിനിയിപ്പോൾ ഇങ്ങനെ മുന്നിൽ ഫുഡൊക്കെ കഴിക്കും. നമ്മളെ ലഞ്ച് കഴിക്കുന്ന സമയത്ത് മഴയൊക്കെ പെയ്ത് നമുക്ക് ഫുഡ് കഴിച്ചിരുന്നാൽ റൂമിലേക്ക് പോവാ. ഇല്ലേ ഫുഡ് വേസ്റ്റായി പോകും. എന്ത് പറയാനാ, മൊത്തം ഒലിച്ചു പോയി. ഇതാണ് നമ്മളെ അവസ്ഥ.
മൊത്തം വെള്ളം കയറി, ഫുള്ളായിട്ട് വെള്ളം കയറിയിട്ടുള്ളത്. സർവീസിലുള്ളത് മുങ്ങി. വേറെ ഓപ്ഷനില്ല, വെള്ളം എവിടെയും പോകില്ല, അത്രയും വലിയ മഴയാണ് പെയ്തത്. ഇങ്ങോട്ട് നോക്കിയാലും വെള്ളം, മൊത്തം വെള്ളം കയറി കേട്ടോ. അതിശക്തമായ മഴയാണ് ചെയ്തത്. ഇത് ഓട്ടോ ഒക്കെ വരുന്ന വരുത്ത് നോക്കി.